ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നല്. കാരണം എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല ഇതൊന്നും. സോ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ നേരെ കോളേജ് വിട്ട് നിലമേൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അമ്മ അവിടെ കാർ സർവീസിന് കൊടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് അടിക്കുമായിരുന്നു ഗൈസ്, എന്നെ വിളിക്കാതെ. അപ്പം ഞാൻ നേരെ അവിടെ ഇറങ്ങിയിട്ട് അമ്മ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് എൻ്റെ നാവിലൂടെ വെള്ളം ഊറുന്നുണ്ടെങ്കിലും ഞാൻ ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വിശന്നില്ല. അതുകൊണ്ട് അമ്മ എന്നെ കഴിക്കാൻ നിർബന്ധിച്ചിട്ടും ഞാൻ കഴിച്ചില്ല ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ കാറ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കാറും എടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഈ റംബൂട്ടാൻ സീസണൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ടൈമിലെടുത്ത വീഡിയോയാണിത്. അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിന്. ആൻഡ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോഴേ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കത്തുള്ളൂ, എഡിറ്റ് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ കിട്ടിയ വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ അമ്മ പോയി എനിക്ക് റംബൂട്ടാനും പൈനാപ്പിളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിരുന്ന് അവിടെ കഴിച്ചിട്ട് ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. സോ പാലുകാച്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയിട്ടുള്ള നമ്മുടെ അഞ്ചലച്ചൻ്റെ പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞങ്ങളെപ്പോഴും പോകുന്ന അവിടെയാണ്. ഇന്നലെ കൂടി ഞാൻ അവിടെ പോയിട്ട് വന്നേ ഉള്ളൂ. സോ പെരുന്നാൾ നടക്കുന്ന ടൈമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ഏത് മാസം എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അപ്പം മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഹാപ്പിയായി ഞാൻ. എൻ്റെ പ്രശ്നങ്ങളൊക്കെ പകുതി തീരുമെന്ന് എനിക്ക് തോന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ലോഗ്. ഓക്കെ, ബൈ.